കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, എങ്ങോട്ടോ ഒരു യാത്ര പോവാണ്. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ സ്വന്തം വീടുകളിലേക്കാണ് നമ്മൾ പോണത്. കൂടെ സിദ്ധു ഉണ്ട്, നീച്ചു, അലയ ചേച്ചി, അലൻ ചേട്ടനൊക്കെ ഉണ്ട്. അങ്കിത ചേച്ചി അജും വന്നില്ല, അവർ ഞങ്ങളുടെ കൂടെ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാൻ അവരായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ നേരെ ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മുടെ ഫ്ലൈറ്റ് ജേർണി അല്ലെങ്കിൽ ആ ഒരു ജേർണി കാണിക്കുന്നതാണ്, ന്യൂസിലാൻഡ് ടു നമ്മുടെ സ്വന്തം കേരളം വരെ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നേച്ചുവിൻ്റെ വ്ളോഗ് പോലെ ഉണ്ട്. കാരണം ഫുൾ നേച്ചുവാണ്, നേച്ചുവിൻ്റെ വികൃതികളും എല്ലാം ഇതിലുണ്ട്. നേച്ചു കാരണം കുറച്ചും കൂടെ ഞങ്ങൾക്കൊരു എന്താ പറയുക, ഞങ്ങൾ എപ്പോഴും ബിസി ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ജേർണി ഒരു ഫ്ലൈറ്റ് ജേർണി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബാക്ക് ടു ഹോം എന്ന് പറയാം. ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു, നല്ല മൊമെൻറ്റ്സ് എല്ലാം. അപ്പോൾ വെൽക്കം ചെയ്യാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു ഫ്ലൈറ്റ് ജേർണി കണ്ടിട്ട് വരും. നമ്മളിപ്പോൾ ഉള്ളത് ഇൻവർകാർഗിൽ എയർപോർട്ടിലാണ്. ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്നത് ക്രൈസ്റ്റ് ചർച്ചിലോട്ട് പോകുന്ന ഫ്ലൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ കയറി. അപ്പോൾ ആ ജേർണിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഞാൻ കഴിക്കുന്ന വീഡിയോസ് എല്ലാം ഈ കുറേ പേര് ഇങ്ങനെ ഷെയർ ചെയ്യുമല്ലോ, ഫ്ലൈറ്റിൽ വാട്ട് ഐ ഈറ്റ് അങ്ങനത്തെ സംതിങ് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ എടുക്കാൻ മറന്നു ഞാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടിയതൊരു അങ്ങനെ സ്നാക്സ് പോലെയൊന്നും നമുക്ക് കിട്ടിയില്ല. ഒരു ചോക്ലേറ്റ് വേഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കിട്ടിയത്. കോമഡി ആയിട്ട് തോന്നുന്നില്ല സിദ്ധു? അപ്പം അറൗണ്ട് 1.5 hours എടുത്ത് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ കൂടെ വേറൊരു ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ പലരും പല സ്ഥലത്താണല്ലോ. പിന്നെ നേച്ചുവിൻ്റെ വികൃതികൾ മാത്രമായിരുന്നു. അവൻ എന്ത് ചെയ്താലും ഈ ഒരു ട്രോളി അവന് വേണം. അവനിതിൽ എത്രയോ വട്ടം വീണു, പക്ഷെ എന്നാലും അവന് കുഴപ്പമില്ല. അപ്പോൾ അവിടെ നമുക്കൊരു കുറച്ച് നേരം ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയി. അങ്ങനെ പുറത്ത് പോയി എന്നല്ല, എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി. ആ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കാണാം. Nechu? Nechu. I didn't bath today. Say hi there. Nechu. Say hi. Bye. മാലുവിടെ മാലുവില്ല. ഇവിടെ വരയ്ക്കാം. ഇവിടെ മാലുവിനെ വരയ്ക്കാം. മാള് വണ്ടി ഓടിക്കട്ടെ. അല്ലടാ മാളു, ഈ ബസ്സിനകത്ത് മാലു ഇവിടെ. ഇത് മാളു. ഇവിടെ ആരാ? അല്ല അപ്പനെ വരയ്ക്കട്ടെ. ഇവിടെ അപ്പനെ വരയ്ക്കട്ടെ. അവിടെ അപ്പം വണ്ടി ഓടിക്കട്ടെ. അപ്പനാണ് ബസ് ഡ്രൈവർ. ബാക്കിൽ You want to put it in? Yeah.
ഏയ് നേച്ചു, അതെന്താ അത്? എന്ത്? What's that? Can you please explain? A cleaner. Okay, right. Okay, എല്ലാം മനസ്സിലായി. Go left, right here. Go left, right. Yes. നോക്കിയേ. I didn't know. I don't know. ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക്, എന്നാലേ കളർ കിട്ടുള്ളൂ. ആ സ്റ്റേ തെരഞ്ഞേച്ച് നിൽക്ക്. സ്മൈൽ. വീഡിയോ എടുക്കുന്നേ. മാസ്റ്റർ നെയ്തൻ പിന്നെ നമ്മുടെ സമയമായപ്പോൾ നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കയറി നമ്മൾ സിംഗപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറാനാണ് നമ്മുടെ അടുത്ത പ്ലാൻ. അപ്പം അത് കുറച്ച് ലോങ് ജേർണി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ഭക്ഷണമെല്ലാം ചെറുതായിട്ടൊരു കോഫിയൊക്കെ കുടിച്ചു. അവിടെ നമുക്ക് ഫുഡൊക്കെ കിട്ടി. പക്ഷെ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഭയങ്കര ആ ഒരു ജേർണി എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് ടു സിംഗപ്പൂർ ഫ്ലൈ ചെയ്യാൻ പോവാണ്. ഫൈനലി നമ്മൾ സിംഗപ്പൂർ എത്തി. അവിടെ കുറച്ച് നേരമേ ഉള്ളൂ, 1.5 hours അതോ അറൗണ്ട് 1 hour മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ നേച്ചുവിന് കുറച്ച് കളിക്കാൻ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അവിടെ ഓട്ടോ ആയി, ചാട്ടമായി, അങ്ങനെ കുറേ. നെക്സ്റ്റ് നമ്മൾ കൊച്ചിയിലോട്ട് ഫ്ലൈ ചെയ്യാനുള്ള ഫ്ലൈറ്റ് കയറി നമ്മളങ്ങനെ ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വീട്ടുകാരും എല്ലാവരും ഇനി നമ്മുടെ വീഡിയോയിൽ കാണാം. അപ്പോൾ നേച്ചുവിനെ കണ്ടില്ലേ? ഇങ്ങനെ നേച്ചുവിനെ ഇനി കുറച്ച് നാളത്തേക്ക് കാണില്ല. ഞാൻ തിരിച്ചു പോയാലേ നമ്മൾ കാണുള്ളൂ. അതിൻ്റെ ഇടയിൽ കാണും, പക്ഷെ എന്നാലും ആ ഒരു ഡെയിലി കാണുന്ന ഒരു ഇത് മാറും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുമ്പോൾ വിചാരിക്കുമായിരുന്നു ഞാൻ നേച്ചുവിനെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ ബാക്കി വീട്ടുകാരെയൊന്നും എടുക്കാൻ പറ്റിയില്ല. മീൻസ് സിദ്ധുവിൻ്റെ ഫാമിലി അങ്ങനെയൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. വന്നെത്തിയതല്ലേ ഉള്ളൂ. പിന്നെ ഹോട്ടലുകൾ അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ പോയപ്പോഴാണ് ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് എല്ലാം എടുത്തത്. അപ്പം നേരെ റൂമിലോട്ട് പോയി. അത് കഴിഞ്ഞ് എന്ത് കഴിക്കണം, വിശക്കുന്നുണ്ടെന്നാൽ വിശക്കുന്നില്ല. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ബിരിയാണി മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ വലിയ കടയിൽ പോയി വാങ്ങിക്കണം എന്നില്ല, ഒരു കുഞ്ഞു കടയിൽ നിന്ന്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു, അലയുമായിരുന്നു. പിന്നെ സമയമായതുകൊണ്ട് പല ഹോട്ടൽസിലും ഇല്ല. അങ്ങനെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ അങ്ങനെ സുഖമായി ഉറങ്ങി.